അപ്പോൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിശോധിക്കുന്നത് ഇസ്രയേലിന്റെ ലെബനോൺ അറ്റാക്കുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ്. അപ്പോൾ ഇസ്രയേൽ ഒരു പക്വതയെത്താത്ത ഒരു കുഞ്ഞിന്റെ കയ്യിൽ ആയുധം കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? കാണുന്നിടത്തും തോന്നുന്നിടത്തും എല്ലാം ആ ആയുധം പ്രയോഗിച്ചുകൊണ്ടിരിക്കും. തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണ അവസ്ഥയിലല്ലാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു ആയുധം കിട്ടിയാൽ എങ്ങനെയുണ്ടാകും? ആ വ്യക്തി കാണുന്നവരെയെല്ലാം വെട്ടും, ആക്രമിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഇസ്രയേൽ ഇന്ന് പെരുമാറുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇസ്രയേലിനെ അതിരൂക്ഷമായി വിമർശിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ചില ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഞാൻ ഇസ്രയേലി യഹൂദന്മാരോടുള്ള വിരോധം കൊണ്ട്, പക കൊണ്ട്, വർഗീയത കൊണ്ട് ഒക്കെ അവർക്കെതിരെ ഹെയ്റ്റി സ്പീച്ച് നടത്തുന്നു എന്നാണ് ചില ക്രൈസ്തവ സഹോദരങ്ങൾ കമന്റിലൂടെയെല്ലാം പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വർഗീയതയില്ല, ഹെയ്റ്റി സ്പീച്ചില്ല. കാണുന്ന കാര്യം, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം, ആ വിഷയത്തിന്മേൽ സാധാരണക്കാരായ മനുഷ്യർ കൂടുതൽ കയറി ചിന്തിക്കാത്ത വിഷയങ്ങൾ ഞാൻ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. എന്തെല്ലാം കാര്യങ്ങൾക്കാണോ ഞാൻ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുള്ളത്, ആ വിഷയങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ പറഞ്ഞിട്ടുള്ള ആ വിഷയങ്ങളെല്ലാം നിരത്തിക്കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വർഗീയവാദിയാണ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിരൂക്ഷമായി ഇസ്രയേലിനെ വിമർശിക്കുന്നു. എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്? ലെബനോൺ യുദ്ധം, ഹമാസുമായിട്ടുള്ള യുദ്ധം, ഹൂത്തികളുമായിട്ടുള്ള യുദ്ധം, ഈ യുദ്ധങ്ങളിലെല്ലാം യുദ്ധ നിയമങ്ങളുടെ സകല സീമകളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേൽ അതിക്രമമാണ് കാണിക്കുന്നത്. കൊച്ചു കുട്ടികളെ കൊന്നൊടുക്കുന്നതും, സ്ത്രീകളെ കൊന്നൊടുക്കുന്നതും, അമ്മമാരെ കൊന്നൊടുക്കുന്നതും, യുവാക്കളെ കൊന്നൊടുക്കുന്നതും എല്ലാം മാർപ്പാപ്പ പറയുകയുണ്ടായി. എവിടെ വെച്ചാണ് പറഞ്ഞത്? ബെൽജിയം എന്നൊരു യൂറോപ്യൻ രാജ്യമുണ്ട്. ആ രാജ്യത്തു നിന്നും മാർപ്പാപ്പ ഇരിക്കുന്ന ആസ്ഥാനമായ ഇറ്റലിയിലെ റോമിലേക്ക് പറക്കുന്ന വിമാനത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് മാർപ്പാപ്പ ഇത് പറഞ്ഞത്. 100% ഇസ്രയേലിനെ പ്രതിസ്ഥാനത്ത് നിർത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മാർപ്പാപ്പ ഈ യുദ്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. യുദ്ധത്തിൽ പാലിക്കേണ്ട യാതൊരു നിയമങ്ങളും ഇസ്രയേൽ പാലിക്കുന്നില്ല. യുദ്ധത്തിൽ പോലും ചില നീതി നടപ്പിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, അതൊന്നും ഇസ്രയേൽ ചെയ്യുന്നില്ല. അതിക്രമം തന്നെയാണ് ഇസ്രയേൽ കാണിക്കുന്നത്. അവർ ലക്ഷ്യം വെക്കുന്നത് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക, സ്ത്രീകളെ കൊന്നൊടുക്കുക, ചുരുക്കി പറഞ്ഞാൽ ജനോസൈഡിസം നടപ്പിലാക്കുക. ഇതിലേക്കാണ് മാർപ്പാപ്പയുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ഞാനും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ ക്രൈസ്തവരോടുള്ള, യഹൂദരോടുള്ള വിരോധം കൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞു. ചിലർ കമന്റിലൂടെ പറയുന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ യഹൂദരും ക്രൈസ്തവരും തമ്മിൽ എന്താണ് ബന്ധം? യാതൊരു ബന്ധവുമില്ല. യഹൂദർ സൃഷ്ടിപൂജ നടത്തുന്നവരല്ല, ബിംബങ്ങളെ ആരാധിക്കുന്നവരല്ല, മനുഷ്യ സൃഷ്ടികളായിട്ടുള്ള ഒന്നിനെയും ആരാധിക്കുന്നവരല്ല യഹൂദർ. ക്രൈസ്തവരോ സകല സൃഷ്ടിപൂജയുടെയും വക്താക്കളാണ്. മാതാവിന്റെ പ്രതിമ എന്ന് തുടങ്ങി പ്രതിമയില്ലാത്ത കൊരട്ടി മുത്തിയുടെ വരെ പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുന്നിൽ ആരാധന നടത്തുന്നവരാണ് ക്രൈസ്തവർ. യഹൂദരും ക്രൈസ്തവരും രാവും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. എന്നാൽ യഹൂദർക്ക് ആരാധനാ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത്, സാമ്യമുള്ളത് ഇസ്ലാമുമായിട്ടാണ്, മുസ്ലിങ്ങളുമായിട്ടാണ്. എവിടെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. യഹൂദർ സൃഷ്ടിപൂജ നടത്തുന്നില്ല, മുസ്ലിങ്ങൾ സൃഷ്ടിപൂജ നടത്തുന്നില്ല. മുസ്ലിങ്ങൾ കുട്ടികൾക്ക് സുന്നത്ത് കഴിക്കുന്നു, യഹൂദരും അവരുടെ കുട്ടികൾക്ക് സുന്നത്ത് കഴിക്കുന്നു.
മുസ്ലിങ്ങളുടെ ആരാധനാ രീതിയും യഹൂദരുടെ ആരാധനാ രീതിയും ഏതാണ്ട് സമമാണ്. ആരാധനയ്ക്ക് മുൻപ് വുളു എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് മുസ്ലിങ്ങൾക്ക്, യഹൂദർക്കും ഇത്തരം ചടങ്ങുകളുണ്ട്. എന്ന് വേണ്ട A to Z വിഷയങ്ങളിൽ മുസ്ലിങ്ങളും യഹൂദരും തമ്മിൽ നിഷേധിക്കാനാവാത്ത സാമ്യമുണ്ട്. എന്നാൽ യഹൂദരും ക്രൈസ്തവരും തമ്മിൽ ആ സാമ്യമില്ല. മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ ആ സാമ്യമില്ല. എന്നാൽ ഈ യഹൂദവരാണ് ക്രൈസ്തവരുടെ യേശുക്രിസ്തുവിനെ കുരിശിലടിച്ച് കൊലപ്പെടുത്തിയത്. എന്നാൽ ഇസ്ലാം അതിൽ വിശ്വസിക്കുന്നില്ല. ക്രിസ്തുവിനെ കുരിശിലടിക്കാൻ ചതിയന്മാരായ യഹൂദർക്ക് കഴിഞ്ഞില്ല. അവരെ അങ്ങനെ തോന്നിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്തത്. സാക്ഷാൽ ക്രിസ്തുവിനെ അള്ളാഹു ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹുവിലേക്ക് ഉയർത്തി. ഇതാണ് ഇസ്ലാമിക വിശ്വാസം. ഈ ക്രിസ്തു 40 വർഷക്കാലം ഇനിയും തിരിച്ചു വന്നിട്ട് ഈ ഭൂമി ആകെ അടക്കി ഭരിക്കും എന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെല്ലാം വിഷയത്തിലാണോ ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിയത്, ഈ വിഷയത്തിലെല്ലാം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ കുറ്റപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോഴെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം. കുറെയൊക്കെ ചരിത്രം പഠിച്ചിട്ട് വേണം. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ, അതോ വർഗീയ വിദ്വേഷം വെച്ച് പറയുന്നതാണോ എന്നെല്ലാം ചരിത്ര പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം അതുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇസ്രയേലിൽ ഒരു സ്വകാര്യ അഹങ്കാരമുണ്ടായിരുന്നു. ആകാശത്തിന് താഴെ ഏറ്റവും സുരക്ഷിതമായ ഈ ലോകത്തെ ഒരേ ഒരു രാജ്യം, അതാണ് ഇസ്രയേൽ. ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ അവരുടെ ടെറിട്ടറിയിൽ ഒരു ഈച്ച പോലും കടക്കില്ല. എന്നാൽ ഇറാനിയൻ മിസൈലുകൾ പറന്നിറങ്ങി. നൂറുകണക്കിന് മിസൈലുകൾ ഒരേ സമയം ഇസ്രയേലിന്റെ തലസ്ഥാനത്ത് തന്നെ പറന്നിറങ്ങി. തലസ്ഥാനം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിനായാലും അതീവ സുരക്ഷാ മേഖലയാണ്. ആ സുരക്ഷാ മേഖലയിൽ പറന്നിറങ്ങി എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പറന്ന് വെട്ടുന്നവനെ എറിഞ്ഞു വീഴ്ത്തുന്നവനുണ്ട്. ഇസ്രയേൽ ഈ ഭൂമിയിൽ ഒന്നുമല്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. തലങ്ങും വിലങ്ങും ഇറാന്റെ ആക്രമണത്തിന് വിധേയമാകേണ്ടി വന്നു. ആയതുകൊണ്ട് ഇസ്രയേൽ മര്യാദ പാലിച്ചില്ല എങ്കിൽ ഇനിയും അതിനെ ഇറാനെ തിരിച്ചടിക്കാൻ ഇസ്രയേൽ മുതിർന്നാൽ ഇസ്രയേൽ ക്ലീൻ വാഷ് ഔട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് കൂടുതലായി വീഡിയോയിൽ ഞാനൊന്നും പറയുന്നില്ല. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരു വലിയ സലാം.